സഹോദരി സഹോദരന്മാരെ, നൂറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഓർമ്മകളുടെ അലയിളക്കം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. 17 വയസ്സിൽ ഒരു വിദ്യാർത്ഥിയായി ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ മുതൽ എനിക്ക് ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛനെ അടുത്തറിയാൻ കഴിഞ്ഞത് ഞാൻ മദ്ബഹായിൽ ഒരു ശുശ്രൂഷകനായിരുന്നത് കൊണ്ട് കൂടെയാണ്. 5 വയസ്സ് മുതൽ ഇപ്പോൾ 70ാമത്തെ വയസ്സ് വരെ 65 വർഷമായി മദ്ബഹായിലെ ഒരു ശുശ്രൂഷകനാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടെ ഓർമ്മിക്കുന്നു. ഇവിടെ 58-ൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് സമാധാനമൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങളെ പാറ്റൂർ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ആളുകളൊക്കെ പാറ്റൂർ പള്ളിയിൽ തന്നെയാണ് തുടർന്നും വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ 4 വർഷക്കാലം ഈ മദ്ബഹായിൽ ഞാൻ ഒരു ശുശ്രൂഷകനായി. ഇവിടെ അന്ന് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് അച്ഛൻ എന്നെയാണ് നേതാവാക്കി വെച്ചിരുന്നത്. 4 വർഷവും ഇവിടുത്തെ സെൻറ്റ് ഇഗ്നേഷ്യസ് അസോസിയേഷൻ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് ഇവിടെ പതിവായി തെക്കേ മുറ്റത്ത് നടത്തിക്കൊണ്ടിരുന്ന സോഷ്യലിലും അതിന് ആളുകളെ ക്ഷണിച്ച് കൊണ്ടുവരുന്നതിലുമൊക്കെ അച്ഛൻ എന്നെ ഗൈഡ് ചെയ്യുകയും എന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. അച്ഛൻ്റെ വാഹനത്തിന് ലാംബർട്ട 48 എന്നൊരു പേരുണ്ടെന്ന് ഈ സോവനീർ വായിച്ചപ്പോഴാണ് ഞാൻ കുക്കിലി എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഞാൻ സോവനീറിൽ എഴുതിയിട്ടുണ്ട് കുക്കിലിയോൻ ചൊല്ലുന്ന അച്ഛൻ്റെ വണ്ടിയുടെ പേര് കുക്കിലി. അത് 2 കുക്കിലിയാണെന്ന് തിരുവനന്തപുരത്ത് യാക്കോബായക്കാർ, ഒന്ന് ഡോക്ടർ സി മത്തായിയുടെ കുക്കിലിയും ഒന്ന് ഈ അച്ഛൻ്റെ കുക്കിലിയും. അച്ഛൻ്റെ ഈ കുക്കിലി കൊണ്ട് തിരുവനന്തപുരത്ത് അച്ഛൻ തൻ്റെ പാസ്റ്ററൽ മിനിസ്ട്രേഷൻ വളരെ ഭംഗിയായി നിർവഹിച്ചിരുന്നു എന്നുള്ളത് ഓർക്കുന്നു. അച്ഛൻ നല്ല ഹ്രസ്വമായ പ്രസംഗം നടത്തുന്ന ആളാണ്. ദീർഘമായി പ്രസംഗിക്കാൻ പ്രയാസമില്ല. സൈക്കിൾ വേഗത്തിൽ ഓടിക്കുന്നതാണ് സ്ലോ സൈക്കിൾ റേസിൽ സമ്മാനം വാങ്ങിക്കുന്നതിനേക്കാൾ പ്രയാസം. ചെറിയ പ്രസംഗം പറയുക എന്നുള്ളത് ആണ് കൂടുതൽ വിഷയം. ചില പ്രസംഗങ്ങൾ എപ്പോഴും ഹ്രസ്വമായ ആസ്വാദ്യകരമായ പ്രസംഗങ്ങളായി. ഇവിടെ തിരുമേനി പറഞ്ഞതുപോലെ ആ പ്രസംഗങ്ങളിലൊക്കെ എപ്പോഴും ഒരു ശ്ലോകം കാണും. ആ ശ്ലോകം 4 വർഷത്തിനിടയ്ക്ക് അച്ഛൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യാറ് 35 കൊല്ലമായി ഞാൻ പ്രസംഗിക്കുന്നത് പാറ്റൂർ സെൻറ്റ് പീറ്റേഴ്സ്. അച്ഛൻ്റെ ഹൃദ്യവും ആസ്വാദ്യകരവുമായ പ്രസംഗം, യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത കൃത്യമായ അനുഷ്ഠാന ബോധത്തോടു കൂടിയുള്ള ശുശ്രൂഷകൾ, അതേസമയത്ത് മനുഷ്യത്വത്തിൻ്റെ എല്ലാം ഏറ്റവും നന്മയായ ഭാഗമായ അച്ഛൻ്റെ നർമ്മബോധം. അങ്ങനെ അച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. അത് യാദൃച്ഛികമായിട്ടാണെങ്കിലും അച്ഛൻ കുറേ കാലം വടക്കൊരു സ്കൂളിൽ അധ്യാപകനായിരുന്നപ്പോൾ ഒരു പടം ഈ സോവനീറിലുണ്ട്. അതിനകത്ത് മാനേജർ ഫാദർ പൗലോസ് എന്ന് പറഞ്ഞൊരു പടം കൊടുത്തിട്ടുള്ളത് എൻ്റെ അപ്പൻ്റെ പടമാണ്. അച്ഛൻ പഠിക്കാൻ LTക്ക് പോയപ്പോഴോ മറ്റോമാണ് മാത്യൂസ് അച്ഛൻ അവിടെ പകരക്കാരനായിട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്ന് അച്ഛൻ തന്നെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ തൊട്ട് താഴെയുള്ള സഹോദരൻ വലിയ കൊച്ചപ്പനുമായിട്ട് അച്ഛന് വലിയ അടുപ്പമായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് പിൽക്കാലത്ത് വരുമ്പോൾ ഞാൻ കുടുംബമായി താമസിക്കുമ്പോഴും എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചാലും അച്ഛൻ്റെ വീട്ടിലാണ് വൈകിട്ട് ഉറങ്ങാൻ പോകുന്നത്. അവിടെ ചെന്നാൽ പഴയ കഥയൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് കൊച്ചപ്പൻ പാറ്റൂരുള്ള അച്ഛൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു എന്നുള്ളത് ഓർക്കുന്നു. അങ്ങനെ വളരെ അടുത്ത ബന്ധവും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് അച്ഛനെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയാൽ അതിനവസാനം ഉണ്ടാവുകയില്ല, അതിന് ഞാൻ തുനിയുന്നുമില്ല. അച്ഛനോട് 58 വർഷം ഭരിച്ചു. അതിനകത്ത് ഇടവകയുടെ വ്യക്തിത്വവും സ്വത്വവും നിർവചിക്കുന്നത് ഉൾപ്പെടെ പല സംഗതികളും ഉണ്ടായി എന്നുള്ളത് അച്ഛന് അറിയാം. ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾക്ക്, എനിക്കും എന്നേക്കാൾ പ്രായമുള്ള ആളുകൾക്കും അറിയാം. മറ്റുള്ള ആളുകൾക്ക് മുഴുവനായിട്ട് അറിയാൻ പാടില്ലായിരിക്കും. പക്ഷെ എല്ലാ ക്രിട്ടിക്കൽ മോമെൻറ്റ്സിലും അച്ഛൻ്റെ വ്യക്തിപരമായ താല്പര്യത്തെക്കാൾ കൂടുതലായി ജ്ഞാനായ സമുദായത്തിൻ്റെ താല്പര്യവും
മെത്രാപ്പോലീത്തായോട് എങ്ങനെയാണ് ഒരു വൈദികൻ വിധേയപ്പെട്ടിരിക്കേണ്ടത് എന്നുള്ളത് തൻ്റെ പ്രവൃത്തി കൊണ്ട് കാണിക്കുകയും ചെയ്തു എന്നുള്ളത് ആ കാലത്തെ കാര്യങ്ങൾ ഓർമ്മയുള്ള ആളുകൾക്ക് ഇപ്പോൾ അച്ഛനോട് ബഹുമാനത്തോടു കൂടെ ഓർമ്മിക്കാനായിട്ട് സാധിക്കും. എല്ലാ കാര്യവും അച്ഛന് ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നില്ല എന്നാണെന്ന് നമുക്കറിയാം. പക്ഷേ അച്ഛന് ഗ്രാനായ സമുദായത്തിൻ്റെ താല്പര്യങ്ങളും ലിമേസ്റ്റിനോടുള്ള അനുസരണയും കഴിഞ്ഞിട്ടല്ലാതെ മറ്റൊന്നും അച്ഛന് നിർണായകമായി കരുതിയില്ല എന്നുള്ള അച്ഛൻ്റെ വ്യക്തിപരമായ മഹത്വമാണ്. അതിൻ്റെ കൂടെ തുടർച്ചയാണ് 58 വർഷം ഒരു പള്ളിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പോൾ തിരുവേനിമാർ പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം, ട്രാൻസ്ഫർ ചെയ്യുന്ന അച്ഛന്മാർ തമ്മിൽ പോണ അച്ഛനും മരുന്ന് അച്ഛനോട് വഴക്കുണ്ടാക്കുന്നത് നമുക്കറിയാം. ഒരു പള്ളിയിൽ ട്രാൻസ്ഫർ, ഒരച്ഛനെ ആളുകൾ പോയി മെത്രാച്ചനെ കണ്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു, വേറൊരച്ഛനെ പോകും. അപ്പോൾ വരുന്ന അച്ഛൻ്റെ സ്വാഗതവും പോകുന്ന അച്ഛൻ്റെ യാത്രയൊക്കെ ഒരേ മീറ്റിങ്ങിൽ. അപ്പോൾ വന്ന അച്ഛൻ രണ്ട് ഗ്രൂപ്പാണ്. പോരുള്ളത് കൊണ്ട് വന്ന അച്ഛൻ്റെ മറുപടി പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു, എനിക്ക് മുമ്പേ വന്നവരൊക്കെ കള്ളന്മാരാകുന്നു. വേദവസ്തുവാണ്, യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതാണ്. അച്ഛൻ ആ വാക്യം, അന്നത്തെ ആസ്പദവാക്യമൊക്കെ പ്രസംഗിച്ചതാണ്, വാക്യം വായിച്ചിട്ട്. പോകുന്ന അച്ഛൻ മിടുക്കനായിരുന്നു. കെ സി മത്തിനെ പോലെ ബൈബിളും അറിയാം, ധർമ്മബോധമുണ്ട്, പ്രസംഗിക്കാനും മിടുക്കനാണ്. അതുകൊണ്ട് അദ്ദേഹം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം എടുത്ത് വായിച്ചു. അത് ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് മോറിയാമലയിലേക്ക് കയറുന്നതിന് മുമ്പ് അബ്രഹാം പറഞ്ഞ ഒരു വാക്യമാണ്, നിങ്ങൾ തൽക്കാലം ഈ കഴുതയുടെ കൂടെ ഇവിടെ കഴിയുക, ഞാൻ തിരിച്ചു വരും, ഞാൻ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഈ കഴുതയുടെ കൂടെ ഇവിടെ കഴിയുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പള്ളികളിലെ സെൻറ് ഓഫും ഒക്കെ നടക്കുന്നത്. അവിടെയാണ് 58 വർഷം ഈ അച്ഛൻ ഉള്ളത്. തിരുവനന്തപുരത്ത് പാറ്റൂര് 1975 കുന്നൻ റോഡിൽ പള്ളി വെച്ചപ്പോൾ അച്ഛനായിരുന്നു ഞങ്ങളുടെ വിക്കർ എമറിറ്റസ്. കാരണം ആദ്യമൊക്കെ ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന അച്ഛന്മാരില്ല, ഇവിടെ ദിവസങ്ങളിലെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുന്നതിനായിട്ട് സൂചനായിരുന്നു. എനിക്ക് വ്യക്തിപരമായി അച്ഛനോടുള്ള വേറൊരു ബഹുമാനം എൻ്റെ ഇപ്പോഴും അപ്പാടും വീട്ടിലിരിപ്പുണ്ട്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിന് കല്ലിട്ട് തന്നത് അച്ഛനാണ്. 1975 അവസാനമോ 76 ആരംഭത്തിലോ കെ സി മാത്യൂസ് അച്ഛനെയാണ് വിളിച്ചത്. ഞങ്ങൾക്ക് വികാരി അച്ഛനൊക്കെ കുന്നൻ റോഡിലുണ്ട്, ഞായറാഴ്ച അച്ഛന്മാർ വരുള്ളൂ. കെ സി മാത്യൂസ് അച്ഛൻ ഒരു അന്യനാണെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. കുന്നൻ റോഡിലെ പള്ളിയിലെ സീനിയറായിട്ടുള്ള ആളിലൊക്കെ പുറത്തിരിപ്പുണ്ട്. അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചത്. അച്ഛൻ ആ പള്ളിയിലെ വിക്കർ എമറിറ്റസ് ആണ്. അച്ഛൻ്റെ വിനയം എനിക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നിയൊരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അച്ഛനൊരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ എൻ്റെ ഉത്സാഹ കൂടുതൽ കൊണ്ട് ഞങ്ങളുടെ വികാരി അച്ഛനെ കോറപ്പിസ്കോപ്പെ തേക്കാട്ടിലച്ഛൻ കെ സി മാത്യൂസ് അച്ഛനേക്കാൾ മകനാവാൻ പ്രായമുള്ളൂ. അതുകൊണ്ട് കെ സി മാത്യൂസ് അച്ഛൻ നിൽക്കുമ്പോൾ ശുഭോലാഭോ പറയാൻ തേക്കാട്ടിലെ പുതിയ കോറപ്പിസ്കോപ്പായിരിക്കും മടി. കോറപ്പിസ്കോപ്പ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നില്ല എന്ന് അച്ഛൻ. അവസാനം അച്ഛൻ വാക്കാൻ പറയേണ്ടി വന്നു, ശുഭോ പറയാൻ. അങ്ങനെയാണ് തേക്കാട്ടിലച്ഛൻ ശുഭോലാഭോ അന്ന് പറഞ്ഞത്. ഞാനിപ്പോഴും ഓർക്കുന്നത് അതൊക്കെയാണ് അച്ഛൻ്റെ പാരമ്പര്യങ്ങളോടുള്ള പ്രതിബദ്ധത. അതുപോലെ അച്ഛൻ്റെ അറിവിനോടുള്ള താല്പര്യം. ഞാനിവിടെ പതിവായി ബൈബിൾ ക്ലാസ് നടത്തുകയും കുർബാനക്രമത്തിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് സെൻറ്റ് പീറ്റേഴ്സ് പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത്. അച്ഛൻ ഇവിടെ സന്ധ്യാപ്രാർത്ഥന കാര്യങ്ങൾ കഴിഞ്ഞ് വൈകുന്നേരം ടൗണിൽ കൂടെ വരുവാണെങ്കിൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയറിയിരിക്കും. ഞാൻ പഠിപ്പിക്കുന്ന അച്ഛനെ കേട്ടിട്ട് ഗുണമുണ്ടാവുന്നില്ല, എങ്കിലും എന്തെങ്കിലും ഒരു പുതിയ ആശയം കിട്ടിയാൽ അത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെ അദ്ദേഹം അവിടെ വിനയം പ്രായമുള്ള മനുഷ്യനെ. അദ്ദേഹം ഞാൻ സ്വാധീനങ്ങളിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 4 കുമ്പസാര പിതാക്കന്മാരുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊരാൾ കെ സി മാത്യൂസ് അച്ഛനായിരുന്നു. അദ്ദേഹം എൻ്റെ ഒരുപാട് പാപങ്ങൾ മോചിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ചയുടെ പടവുകളിൽ, കൗമാരത്തിൻ്റെ ആന്തോളനങ്ങളിൽ ഒരു വിദ്യാർത്ഥി നേതാവായി തിരുവനന്തപുരത്ത് യൂണിയൻ പ്രവർത്തനങ്ങളുമായി നടന്ന ആ കാലത്ത് എന്നെ പള്ളിയിൽ നിന്ന് മാറി നിൽക്കാതെ, ഞായറാഴ്ചകളിൽ മദ്ബഹായിൽ നിന്ന് അകന്നു നിൽക്കാതെ ദൈവത്തോട് ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ബാല്യകാലത്ത് എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ എങ്ങനെ വഴി നടത്തിയോ അങ്ങനെ എന്നെ വഴി നടത്തിയ പിതൃതുല്യനാണ് കെ സി മാത്യൂസ് അച്ഛൻ. അച്ഛന് എസ്കാമയുടെ മരണം ഒരു വലിയ
പ്രയാസമുണ്ടാക്കിയെന്നുള്ളത് അച്ഛനെ കണ്ടാൽ അറിയാം. അതിന് മുൻപ് കാണുന്ന അച്ഛനല്ല ഇപ്പോൾ കാണുന്നത്. അത് എനിക്കറിയാവുന്നതാണ്. എൻ്റെ പിതാവ് വീരശൂര പരാക്രമിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അമ്മ മരിച്ചു കഴിഞ്ഞോടൊരു ചിറക് വെച്ചിട്ടതുപോലെയായി. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറയുന്നത്, ഈ കൊമ്പനാനെ ഇങ്ങനെ നടക്കുമെങ്കിലും പിടിയാനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന്. അത് പോലെയാണ് അച്ഛൻ്റെ മുഖത്തും ഇന്ന് ഞാനൊരു പുറത്ത് ക്ഷീണവും പ്രയാസവും കൂടുതലായിട്ട് കാണുന്നത്. ഈ അസ്ക്യാമ മരിച്ചതിന് ശേഷം, അച്ഛൻ മരിച്ചതിന് ശേഷം അധികം അടുത്ത് കാണാറില്ലാത്തത് കൊണ്ട് എനിക്ക് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും, ഓരോരോ കാര്യങ്ങളൊക്കെ പറയും. ഒരു വലിയ വ്യക്തിബന്ധം, ആ ബന്ധത്തിൻ്റെ ഊഷ്മളത നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് അച്ഛനെല്ലാ മംഗളങ്ങളും നേരുന്നത്. അച്ഛന് 95 വയസ്സായ ആൾക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് 70 വയസ്സ് തികയാത്ത ഞാൻ പ്രാർത്ഥിക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. എങ്കിലും തിരുമേനിമാർ കൽപ്പിച്ച് പ്രസ്താവിച്ചതുപോലെ ആയുസ്സുള്ള കാലത്തോളം ആരോഗ്യത്തോടുകൂടെ ഇരിക്കാൻ, സന്തോഷത്തോടുകൂടെ, കഴിയുന്നത്ര സന്തോഷത്തോടുകൂടി ഇരിക്കാൻ ഉള്ള ഭാഗ്യം അച്ഛന് ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈ കാലം അത്രയും ഈ ദേവാലയത്തെ ആരംഭം മുതൽ ഇതിനെ വഴി നടത്തി. ഈ ഇടവകയുടെ പ്രാർത്ഥന അച്ഛനോടുകൂടെ ഉള്ളതുകൊണ്ട് അച്ഛൻ ഇനിയുള്ള കാലത്തും ദൈവം അച്ഛനെ വഴി നടത്തും. ശിഷ്ടായുസിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തൂപമായി ഇസ്രായേലിനെ വഴി നടത്തിയവൻ KC മാത്യൂസ് അച്ഛനെയും വഴി നടത്തും. മരുഭൂമിയിൽ മന്നായും പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളവും പുറപ്പെടുവിച്ചവനായ ദൈവം KC മാത്യൂസ് അച്ഛൻ്റെയും ഇനിയുള്ള നാളുകളിൽ ആവശ്യമായ മന്നായും ആവശ്യമായ തെളിനീരും നൽകുകയും ചെയ്യും. അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ മേലും ഈ ഇടവകയുടെ മേലും തുടർന്നും ഉണ്ടാകണമേ. ഓർക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട്, ഒരു അപ്പൻ്റെ മുമ്പിൽ മക്കൾ സമർപ്പിക്കുന്ന വിനീതമായ കാഴ്ച പോലെ ഞങ്ങളുടെ ഈ ആശംസകളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.